നമ്മുടെ ജീവിതത്തിലും ശക്തി ലഭിപ്പാൻ, ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി ഒരു വാക്കെങ്കിലും മറ്റുള്ളവരോട് പറയുവാൻ ആത്മശക്തി കൂടാതെ നടക്കുകയില്ല. ഇന്ന് പകൽ നാം ഒരുമിച്ച് ആരാധിക്കുമ്പോഴും, നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൈകളെ അടിച്ച് പാടുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം, അപ്പാ അങ്ങയുടെ ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ. ദൈവം നമ്മുടെ വഴികളെ സ്ഥിരമാക്കുമ്പോൾ നാം ചിന്തിക്കാത്ത, നാം നനയ്ക്കാത്ത, നാം ഒരിക്കലും നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിക്കും. ദൈവത്തിൻ്റെ പദ്ധതികളെ നിനക്ക് ചിലപ്പോൾ ഇന്ന് മനസ്സിലാകുകയില്ല. നീ വിചാരിക്കും, നിന്നെ എന്തിനാണ് ഇവിടെ ആക്കിയിരിക്കുന്നത്? ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി വെറും ചെറുതാണല്ലോ. പക്ഷേ നിന്നെ ചിലതൊക്കെ പഠിപ്പിക്കുവാനായി, നാളെ നിന്നെ രാജാവായി രാജാവിൻ്റെ ഖസേരയിൽ ഇരുത്തുവാൻ ചില കാര്യങ്ങൾ നിന്നെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. നിസ്സാരമായി നീ കരുതുന്ന ചില ജോലികൾ, രാജാവിൻ്റെ സന്നിധിയിൽ കിന്നരം വായിക്കുവാനായി കൊണ്ടുവന്ന ദാവീദ് അവനെ ട്രെയിൻ ചെയ്ത് ഒരു രാജധാനിയിൽ എങ്ങനെ ആയിരിക്കണം, ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. നമ്മുടെ കഴിവുകൾ എന്താണ്? ചെറിയ കാര്യങ്ങളായിരിക്കാം നാം ഇന്ന് ചെയ്യുന്നത്. പക്ഷേ ദൈവത്തിന് നിന്റെ വഴികളിൽ പ്രസാദം തോന്നിയാൽ അവൻ നിന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്നാരെങ്കിലും എൻ്റെ ദൈവമേ, എൻ്റെ ഗമനത്തെ ഒന്ന് സ്ഥിരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവത്തിന് നമ്മുടെ വഴിയിൽ പ്രസാദം തോന്നണം. ദൈവത്തിന് നമ്മുടെ വഴിയിൽ പ്രസാദം തോന്നിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മെ തന്നെ ഇന്ന് താഴ്ത്തുവാൻ സാധിക്കും. നിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ദുരാത്മാക്കൾ വിട്ടുപോകും. അതിന് നിന്നോട് അടുക്കുവാൻ സാധിക്കുകയില്ല. വചനത്തിലൂടെ നാം വായിക്കാറുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളും ഈ ലോകത്തിൻ്റെ അധിപതികളായ ദുഷ്ടാത്മസേനയോടും അത്രേ. അവരെ ജയിക്കണമെങ്കിൽ അഭിഷേകം നമ്മുടെ മേലുണ്ടാകണം. മറ്റാർക്കും നമ്മളെ ശോധന ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് തന്നെ നമ്മളെ ശോധന ചെയ്യാൻ കഴിയും. കുറവുകളില്ലാത്ത മനുഷ്യരില്ല, തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരില്ല. പരിശുദ്ധൻ ഒരുവനേ ഉള്ളൂ, അവൻ യേശു മാത്രമായിരുന്നു. വിശുദ്ധൻ ഒരുവനേ ഉള്ളായിരുന്നു, അവൻ കർത്താവ് മാത്രമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ഒരിക്കൽ കൂടി നമ്മളെ ഒന്ന് താഴ്ത്തിയേൽപ്പിക്കാം.